തീർച്ചയായിട്ടും സുജയ മുന്നണി മര്യാദ ലംഘിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുക. അത് എന്തെന്ന് ഞാൻ വിശദമാക്കാം. ഈ കൊയിലേഷൻ ധർമ്മ എന്നൊരു പദപ്രയോഗം ഇന്ത്യൻ പൊളിറ്റിക്സിൽ നമ്മൾ കേട്ടത് ഒരുപക്ഷെ കൊയിലേഷൻ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന 1996 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്താണെങ്കിലും ആ പദത്തെ കൂടുതൽ പ്രചാരത്തിലെത്തിച്ചത് വാജ്പേയിയാണ്. ആ കൊയിലേഷൻ ധർമ്മയിലെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാന ഘടകം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് പാർലമെന്റിനുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഈ വിവിധ ഘടകകക്ഷികളുമായി പരസ്പരം കൊണ്ടും കൊടുത്തും കോംപ്രമൈസ് ചെയ്തും എങ്ങനെയാണ് ഒരു അലയൻസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നാണ്. പിന്നീട് മൻമോഹൻ സിംഗ് ഈ കൊയിലേഷൻ ധർമ്മയെ വിശദീകരിക്കുന്നുണ്ട്. ഒരു മുന്നണി മര്യാദയുടെ ഭാഗമായി അഴിമതിയുടെ ആരോപണങ്ങൾ തങ്ങളുടെ ഘടകകക്ഷികൾക്കെതിരെ വരുമ്പോഴും ചിലപ്പോഴൊക്കെ കൊയിലേഷൻ ധർമ്മയുടെ സമ്മർദ്ദത്തിൽ താനാകുന്നു എന്ന നിലപാട് അന്ന് അടൽ ബിഹാരി വാജ്പേയിയും പിന്നീട് വന്ന മൻമോഹൻ സിംഗും തങ്ങൾക്കൊപ്പമുള്ള കൂട്ടുകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഘടകകക്ഷികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഈ കൊയിലേഷൻ ധർമ്മയാണെന്ന് പറഞ്ഞിരുന്നു. അന്നവർ ആ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് തങ്ങൾക്കൊപ്പം ഒരു ഭരണവ്യവസ്ഥയിൽ കൂടെ നിൽക്കുന്ന മുന്നണിയിലെ സഖ്യകക്ഷികളെ പിണക്കാതിരിക്കാനുള്ള ഒരു ഔചിത്യം അവർ കാട്ടുന്നു എന്നതാണ്. പല വിഷയങ്ങളിലും ആ ഔചിത്യം പല കാലഘട്ടങ്ങളിലും കാട്ടിയിട്ടുണ്ട്. അത് തകരുമ്പോഴാണ് അവർ കൊയിലേഷനിൽ നടന്നു പോകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ മുന്നണി മര്യാദ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊയിലേഷൻ ധർമ്മയാണെങ്കിൽ ഒരു പ്രധാന പ്രശ്നമുള്ളത് ഇന്ത്യ മുന്നണി കേരളത്തിലില്ല എന്നുള്ളതാണ് നമ്പർ 1. അപ്പോൾ അതിനകത്തൊരു അലയൻസ് ഇല്ല, ഒരു പൊളിറ്റിക്കൽ അലയൻസ് എന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയെ കാണാൻ കഴിയില്ല. പകരം ഞാനതിനെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു മനോനില ആയിട്ടാണ്, ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് എന്ന നിലയിലാണ്. അഥവാ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അറേഞ്ച്മെന്റ് മാത്രമേ ആയിട്ടുള്ളൂ, അത് അലയൻസായി ഇനിയും പരിണമിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയമായ ഒരു സാഹചര്യം ഒരു മുന്നണിയായിട്ട് മാറുന്നതിന് വേണ്ടുന്ന അടിസ്ഥാനമായ 2 ഘടകങ്ങളിൽ ഒന്നായിട്ടുണ്ട്. അത് ഏകോപന സമിതിയാണ്. ആ കോർഡിനേഷൻ കമ്മിറ്റിയിൽ പക്ഷേ CPM അംഗമല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒരു കോമൺ മിനിമം പ്രോഗ്രാമാണ്. നോക്കൂ, നമ്മൾ ഇതുവരെ കണ്ട എല്ലാ ഇന്ത്യയിലെ സഖ്യകക്ഷികൾക്കും എല്ലാ മുന്നണികൾക്കും ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഏതെങ്കിലും തരത്തിലുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ അലിഖിതമായ കോമൺ മിനിമം പ്രോഗ്രാം ഒരൊറ്റ കോമൺ മിനിമം പ്രോഗ്രാമാണ്. എന്താണ് ആ കോമൺ മിനിമം പ്രോഗ്രാം? ആ പേര് സൂചിപ്പിക്കുന്നതിന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി ഉണ്ടെങ്കിലും അത് അധികാരത്തിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാരിനെ പുറത്താക്കുക എന്ന് പറയുന്ന BJP വിരുദ്ധമായ ഒരു രാഷ്ട്രീയ ചേരി മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ ചേരിയും ഒരു രാഷ്ട്രീയ മുന്നണിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രതിഫലനങ്ങളാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നത്. ഇനി കേരളത്തിലേക്ക് നമ്മൾ വന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലെങ്കിലും ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കുകയും അതേ നിലപാട് തറയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു കക്ഷിയായ CPMന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല അന്വേഷണ ഏജൻസികൾ? എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല അന്വേഷണ ഏജൻസികൾ എന്ന് ചോദ്യം ചോദിക്കുന്നത് അതേ നിലപാട് തറയുടെ ക്യാപ്റ്റനായി കരുതുന്ന രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ സ്വന്തം ടീം അംഗങ്ങളിൽ ഒരാളെ നിങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ആ ടീം പിന്നെ എങ്ങനെയാണ് നന്നായി പെർഫോം ചെയ്യുക എന്ന മറു ചോദ്യമാണ് CPM ഇപ്പോൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അത് ആദ്യം രാഹുൽ ഗാന്ധിയാണ് ഉയർത്തിയത്. കണ്ണൂരിലും പാലക്കാടും വന്ന് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള വിമർശനം ഉന്നയിക്കുന്നു. അത് പിണറായി വിജയൻ ഉന്നയിച്ച ചോദ്യങ്ങളുടെ മറുപടിയായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും രണ്ടും 2 രീതിയിൽ തന്നെ കാണണം എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ മുന്നണി മര്യാദ ലംഘിച്ചിരിക്കുന്നത് CPM അല്ല, പകരം കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയുടെ അപക്വമായ പ്രതികരണമാണെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടെന്നാൽ CPM മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ ചില രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. ആ രാഷ്ട്രീയ ചോദ്യങ്ങളിൽ ഒന്നിതായിരുന്നു, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രചരണത്തിന് വരുമ്പോൾ ലീഗിന്റെ പച്ചപ്പതാകയും സ്വന്തം ത്രിവർണ പതാകയും ഉയർത്താൻ പോലും കോൺഗ്രസിന് സാധിക്കാതെ പോകുന്നത്? അങ്ങനെ ലീഗിന്റെ പതാക പോലും സംരക്ഷിക്കാൻ കഴിയാത്ത കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിനു വേണ്ടി പാർലമെന്റിൽ ശക്തമായ നിലപാടെടുക്കാൻ സാധിക്കുക? നമ്പർ 1. നമ്പർ 2, എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി CA അടക്കമുള്ള വിഷയത്തിൽ ഒരു തുറന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിലോ അതല്ലെങ്കിൽ ഭാരത് ജോഡോ ന്യായയാത്ര സമാപിക്കുമ്പോഴോ എന്തുകൊണ്ടാണ് രംഗത്ത് വരാത്തത്? ശരിയാണ്, ഭാരത് ജോഡോ ന്യായയാത്ര കഴിഞ്ഞതിന് ശേഷമോ ഈ പ്രകടന പത്രിക വരുന്ന ഘട്ടത്തിലോ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്ന വേളയിലോ പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എന്തുകൊണ്ടാണ് പൗരത്വ നിയമ ഭേദഗതി തങ്ങൾ അധികാരത്തിൽ വന്നാൽ പിൻവലിക്കും എന്ന വാചകം ഉൾക്കൊള്ളിക്കാതെ പകരം ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങളെല്ലാം റദ്ദാക്കുമെന്ന് തികച്ചും അവ്യക്തമായി ജനറലൈസ് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റിൽ അത് ഒതുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? ഇതാണ് രണ്ടാമത്തെ രാഷ്ട്രീയ ചോദ്യം.
മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നത് NIA അടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോൾ, അതേപോലെ രാമക്ഷേത്രം നിർമ്മിച്ചതിന്റെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ളൊരു പ്രമേയം പാർലമെന്റിൽ പാസാക്കുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു എന്നതാണ് അടുത്ത രാഷ്ട്രീയ ചോദ്യം. അപ്പോൾ നിരന്തരമായി ഇത്തരം രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയമായ മറുപടിയാണ്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ മറുപടി രാഷ്ട്രീയമായ മറുപടി അല്ല എന്നാണ് എൻ്റെ പക്ഷം. അത് രാഷ്ട്രീയമായ അപക്വമായ മറുപടിയാണ്. അതൊരു മുന്നണിയിൽ ഇല്ലെങ്കിൽ പോലും ഒരു നിലപാട് തറയിൽ നിൽക്കുന്ന തങ്ങളുടെ പ്രധാനപ്പെട്ട കക്ഷിയെ രാജസ്ഥാനിൽ ഷിക്കാർ സീറ്റ് കോൺഗ്രസ് വിട്ടുകൊടുത്തത് ഇതേ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്. ഇതേ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാണ് ഡെണ്ടികളിൽ പിന്തുണയ്ക്കുന്നത്. ഇതേ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയാണ് തെലങ്കാനയിൽ പിന്തുണയ്ക്കുന്നത്, ബീഹാറിൽ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ഇന്ത്യ വിട്ടുകഴിഞ്ഞാൽ ഒരേ നിലപാട് തറയിൽ നിൽക്കുന്ന സഖ്യകക്ഷികളാണെന്നത് മറന്ന് പിണറായി വിജയൻ ചോദിച്ച രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത് എന്തുകൊണ്ട് ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ല എന്നതാണ്. ആ ചോദ്യം തികച്ചും അപക്വമായ ചോദ്യമാണ്. കാരണം അന്വേഷണ ഏജൻസികൾക്കെതിരെ പണ്ടും കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഈ കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്ത് അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു നിലപാടും കേരളത്തിന്റെ അതിർത്തിക്കുള്ളിൽ കോൺഗ്രസിന് മറ്റൊരു നിലപാടും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചർച്ചയിലൊക്കെ ചോദിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ പറയുന്നത് കേരളത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഇവിടെ അന്വേഷണ ഏജൻസി വരുന്നതിൽ തരക്കേടില്ല എന്നാണ്. പക്ഷേ ഇതേ കോൺഗ്രസ് ആണ് ഡൽഹിയിൽ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ എതിരെ അന്ന് മനീഷ് സിസോദിയ അറസ്റ്റിലാകുമ്പോൾ, ഉപമുഖ്യമന്ത്രി അറസ്റ്റിലാകുമ്പോൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാതെ പോകുന്നതെന്ന് ചോദിച്ചത് ഡൽഹിയിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ്. അപ്പോൾ ഡൽഹിയിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കുകയും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്ന് CBIയോട് ആവശ്യപ്പെടുകയും അതിനെ തുടർന്ന് ഇപ്പോൾ ED അറസ്റ്റ് ചെയ്യുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് എന്ന് പ്രതിഷേധിക്കുകയും ചെയ്തൊരവസ്ഥ. സമാനമായ രീതിയിൽ കേരളത്തിലും എന്തുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ED ചോദ്യം ചെയ്യാത്തത്, അത് നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിന്റെ ഡീലിന്റെ ഭാഗമാണ് എന്ന രീതിയിലാണ് അതിനെ വിവക്ഷിക്കുന്നതെങ്കിൽ അത് രാഷ്ട്രീയമായൊരു പക്വതയില്ലായ്മയാണ്. കാരണം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു നിലപാടെടുക്കുക സാധ്യമല്ല. നിങ്ങൾക്കൊരൊറ്റ നിലപാടേ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് EDയും CBIയും അന്വേഷണ ഏജൻസിയും ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് എന്നാണ് നിലപാടെങ്കിൽ ആ ഒറ്റ നിലപാടിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ചില എക്സെപ്ഷൻ കേസുകൾ ഉണ്ടാവാം. ഇന്നിപ്പോ പ്രിയങ്ക ഗാന്ധി പറഞ്ഞല്ലോ, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല. എന്താണ് പ്രിയങ്ക ഗാന്ധി ഉദ്ദേശിച്ചത്? സ്വർണ്ണക്കടത്തു കേസ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ പ്രതിക്കൂട്ടിലായ ഒരു കേസാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ, കേന്ദ്ര കസ്റ്റംസിന്റെ ഒക്കെ കൺമുന്നിലൂടെ നടന്നൊരു വെട്ടിപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്തതിനും അപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോകാൻ അന്വേഷണത്തിന് സാധിക്കാത്ത ഘട്ടത്തിലാണ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇഞ്ച് പോലും സർക്കാരിലേക്ക് അടുക്കാൻ കഴിയാത്ത ഘട്ടത്തിലാണ് അന്വേഷണം പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതറിയാതെ അല്ലല്ലോ നമ്മൾ തള്ളിക്കളഞ്ഞ സ്വർണ്ണക്കടത്ത് കേസാണെങ്കിലും തള്ളിക്കളഞ്ഞ ലൈഫ് മിഷൻ കേസാണെങ്കിലും അത് വീണ്ടും പ്രിയങ്ക ഗാന്ധി കൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് മുന്നണി മര്യാദയുടെ ലംഘനം മാത്രമല്ല, അത് സാധാരണ രീതിയിൽ നമ്മൾ പറയുന്ന രാഷ്ട്രീയ ഔചിത്യമില്ലായ്മ കൂടിയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ കരുവന്നൂരിന്റെ വിഷയത്തിലോ എക്സാലോജിക് വിഷയത്തിലോ CPMന്റെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന നിലപാടിലല്ല ഞാനിത് പറയുന്നത്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിന് മുൻപിൽ ഒരു അന്വേഷണ ഏജൻസി തിടുക്കപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടാൻ വരുമ്പോൾ നിങ്ങൾക്ക് സംസ്ഥാനങ്ങൾ തോറും വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുക സാധ്യമല്ല. അങ്ങനെ നിങ്ങൾ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് അവസരവാദപരമായ സമീപനം എന്ന് നമുക്ക് പറയാൻ കഴിയൂ. അത് പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസമാണ്. അതൊരു കാരണവശാലും പക്വമായ രാഷ്ട്രീയ തീരുമാനമോ അതൊരു മുന്നണി രാഷ്ട്രീയത്തിന്റെ മര്യാദ പാലിക്കുന്ന ഒരു രാഷ്ട്രീയ ധാർമ്മികതയോ അല്ല. അതുകൊണ്ട് തന്നെ മുന്നണിയുടെ രാഷ്ട്രീയ ധാർമ്മികത യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് ഞാൻ പറയും. Meet the editors.